അമീബിക് മസ്തിഷ്ക ജ്വരം തെക്കൻ ജില്ലകളിലും ജാഗ്രത. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മരണം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച വീണ്ടും മരണം. 2 മരണം കൂടിയാണ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം, കൊല്ലം സ്വദേശികളാണ് മരിച്ചത്. കൊല്ലം ജില്ലയിൽ 91കാരനാണ് മസ്തിഷ്ക ജ്വരം ബാധിച്ചു മരിച്ചത്. ഇതേ തുടർന്ന് തെക്കൻ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ അമീബകളുടെ സാന്നിധ്യം അന്തരീക്ഷത്തിലും വെള്ളത്തിലും ചെളിയിലും കാണപ്പെടുന്ന നേഗ്ലറിയ ഫൗലേറി വിഭാഗത്തിന് പുറമെ രോഗത്തിന് കാരണമാകുന്ന അക്കാന്ത അമീബയുടെ സാന്നിധ്യം അന്തരീക്ഷത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ച അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ ഭൂരിഭാഗവും അക്കാന്ത അമീബ കാരണമാണ്. അന്തരീക്ഷത്തിലുള്ള അമീബ ജലഗണങ്ങളുമായി ചേർന്നാണ് ശരീരത്തിലെത്തുന്നത്. കുളിക്കുമ്പോൾ ജലത്തിലൂടെ മൂക്കിൽ പ്രവേശിക്കുന്നതാണ് അപകടകരം. രോഗം റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ ആദ്യകാലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലെ അമീബയാണ് രോഗകാരണമെന്നായിരുന്നു ആരോഗ്യവകുപ്പ് കണ്ടെത്തിയത്. വീടുകളിൽ കുളിച്ചവർക്കും നിലവിൽ രോഗബാധ സ്ഥിരീകരിക്കുന്നുണ്ട്. സാപ്പിനിയ, ബാലമുത്തിയ, വെർമമീബ എന്നിവയും അമീബിക് മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് 17 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചത്. രോഗകാരണമായ അമീബകളെ പൈപ്പ് വെള്ളത്തിലും കാണപ്പെടുന്നുണ്ട്. ക്ലോറിനേറ്റ് ചെയ്യാത്ത വെള്ളത്തിന്റെ ഉപയോഗം അപകടകരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.